അവിടെ കണ്ട അവളെവിടെ പോവാൻ? തിരക്കുള്ളല്ലേ, പാർലറിൽ പോയിണ്ടാവില്ലേ? എന്താടാ പറവാണി ഒറ്റക്കിരുന്ന് കളിക്കുന്നത്? രണ്ടാളുണ്ടല്ല, ഞാൻ വെറുതെ ഇത്തിരി സമയം കിട്ടിയപ്പോ ഒന്ന് ചെസ് നോക്കിയാണ്. ബുദ്ധിയൊക്കെ ഒന്ന് ഡെവലപ്പ് ആകുമേ. അത് നല്ലതാണ്. ജെസി അകത്തുണ്ട്. ജെസി ഇവിടെ പാട്ടും വെച്ച ജെസിയെ അവളകത്തുണ്ട്. അങ്ങനെ ചെല്ലി വാ ഇരിക്കും. അത് ശരി, എവിടെ പോയായിരുന്നു? ഞാനേ എന്റെ ഒരു തുരുമ്പ് പിടിച്ച വല്യപ്പണ്ട് ആശുപത്രി കിടക്കും. മരിച്ചൊന്നുമില്ല, എളുപ്പത നാളെ മറ്റന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു കിടക്കണേ. ശരിയാ. അപ്പൊ ഒന്നും അതുവരെ പോയില്ലെങ്കിൽ മോശമല്ലേ? അതെ, അവർക്ക് സംസാരിക്കട്ടെ, നമുക്കൊരു കളി നോക്കിയാലോ? ഓ കളിക്കാം. ഇതൊക്കെ ഇടക്ക് നമ്മളൊന്ന് കളിച്ചു പോകണം, അല്ലെ കളിയും മറന്നു പോവും. കേട്ടിട്ടില്ലേ? നമ്മളീ ടിവിയിൽ കാണിക്കല്ലോ, ഇത് കണ്ടിട്ടില്ലേ ഇതുവരെ? ഓ സോറി. കൊള്ളാലോ. ആ നീ എന്ന് തുടങ്ങിയത്? ഞാൻ എത്രയോ ദിവസമായി. ഇതേ നമ്മുടെ ഈ മുട്ടുവേദന, നടുവേദന, അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, ഹെൽത്ത് പരമായിട്ട് ഭയങ്കര നല്ലതാണ്. അയ്യോ, എനിക്കാണെങ്കിൽ ഭയങ്കര നടുവേദനയാണ്. അമ്മൂനെ പ്രസവിച്ചതിന് ശേഷം എന്റെ നടു അനക്കാൻ പറ്റണില്ല. കുറച്ചു നേരം ഒന്ന് കുഞ്ഞു നിന്നാ മതി, എന്റെ നടു അങ്ങോട്ട് എന്തൊരു വേദനയാന്ന് പറയുമ്പോ സഹിക്കാൻ പറ്റണില്ല. ആണോ? ഇത് ചെയ്താൽ കുറയാ? പിന്നെ ഇത് ചെയ്താൽ മതി, കുറയും. ഒരു മാസം കൊണ്ട് നിനക്ക് നടുവേദനയൊക്കെ പമ്പ അടക്കൂലേ. ഇത് എവിടെ നിന്ന് പഠിച്ചോ? അതൊക്കെ ദേ യൂട്യൂബിലുണ്ടല്ലോ. എന്ത് വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ കയറി ഈസി ആയിട്ട് പഠിക്കാമല്ലോ. നിനക്കിത് പഠിക്കണോ? പഠിക്കണമെന്നുണ്ട്. ഞാന് ആദ്യം കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഈ സാരി ഇത് ചെയ്യുമ്പേ ഈ സാരി എടുക്കണ്ടേ? ചുരിദാറുണ്ടോ? പഴയ ചുരിദാർ കിടപ്പുണ്ട്, പക്ഷെ അതിപ്പോ കേറുമെന്ന് അറിയത്തില്ല. സ്റ്റിച്ച് വിളിച്ച് കിട്ടാതി. ഞാൻ പറഞ്ഞുതരാം. ആദ്യം നീ അത് കണ്ടോ, എന്നിട്ട് അതുപോലെ ചെയ്യണം. ആദ്യം മാമ പറഞ്ഞേ, നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ഈ ഹിപ്പില്ലേ അത് ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വരണം. ചെയ്യട്ടെ? ശരി. ഇങ്ങനെ ഇങ്ങനെ എത്രയും തിരിയണ്ട. ഇനി കൈ മാത്രം, ഇവിടെ മാത്രം ഇങ്ങോട്ട് വന്നേ. കറക്റ്റ്. ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നോക്കി. ഇനി ഒരു 10 പ്രാവശ്യം. അത് കഴിഞ്ഞ് ഈ കൈ ഈ ഇടത് കാലിന്റെ വിരലിൽ തൊടണം. അതുപോലെ 2 സൈഡും ഇങ്ങനെ ചെയ്തേ. അങ്ങനെ തന്നെ. ഇത് ഇവിടെ നല്ലതാ, നടുവേദന പോവും. ഒരു ദിവസം ചെയ്താൽ പോരാ, ഡെയിലി ചെയ്യണം. ഒരു മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ കൈ ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഈ വലത് കാലുണ്ടല്ലോ, അത് ഇങ്ങനെ പോണം. ഈ കൈ നീ ഒന്നും ചെയ്യണ്ട. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും അതിന്റെ കൂടെ നമ്മുടെ ഈ വലത് കാല് ഇങ്ങനെ പോണം. ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ ഇങ്ങോട്ട് പോകുമ്പോ ഈ കാല് ഇങ്ങോട്ട്. ആ കാല് വരണം, സ്റ്റാൻഡായിട്ട് നിൽക്കണം. ചെയ്തു നോക്ക്. ഇങ്ങനെ വരുമ്പോ ഈ കാല് ഇങ്ങോട്ട് പോയി, കാല് അപ്പയും പൊക്കല്. കൈ ഇങ്ങോട്ട് വാ. ഇനി കാല് വെക്ക്. ഇനി ഇതുപോലെ അപ്പുറത്ത് ചെയ്യും. കഥകളിയല്ല, സുംബയാണ്. ചെക്കനെവിടെ? ഓ മരിച്ചോ? എന്താണ്? ഞാനത് നമ്മള് പരിചയക്കാര് മരിച്ചോരെ നോക്കാണ്, ആരെങ്കിലും ഉണ്ടോ? അതാണ്ടോ ഓ മരിച്ചില്ലേ? നിങ്ങക്ക് വേറെ ഒരു പണിയില്ല. നമ്മുടെ ചെക്കനെവിടെ? ഞാൻ കണ്ടില്ലേ, പിന്നെ അവിടെ എവിടെ ഉണ്ടാവും. ഓന് പാല് വേണമെന്ന് കച്ചവടം ഉണ്ടാക്കിയതാണ് എന്നോട്. കൊണ്ടേ കൊടുക്ക്, അറിയില്ല. അങ്ങനെ ഒരാള് പത്രം കിട്ടിയ പിന്നെ അതിങ്ങനെ തിന്നോണ്ടിരിക്കും. നാരായണൻ 46. ഒക്കെ 46 47 വയസ്സിലാണല്ലോ പോണു പഠിച്ചോനെ. എന്തിരി ചായപ്പൊടി ഇടൂല ഈ നമുക്ക്. ചായ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ ജാതി സാധനമാണ് കൊണ്ടുവരുന്നത്. വേണ്ട നീ എന്താ കാണിക്കണേ? ഇത് മറ്റേ ഡാൻസ് സുംബ.
സുംബ. എടാ ഈ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തുള്ളണേ? ജെസ്സി പഠിപ്പിച്ചതെന്നാണ്. നടുവേദനയ്ക്ക് നല്ല കുറവുണ്ടാവും. പിന്നെ നടുവേദനക്ക് വല്ല തൈലം പിന്നെ പൊറ്റി വെക്കണ്ടേ? ഇനിയിപ്പോ ഡാൻസ് കളിക്കാണ്. അമ്മ തന്നെ എത്ര തൈലം ഞാൻ ഇട്ടു, എന്തെങ്കിലും കുറവുണ്ടായോ? പക്ഷെ ഉണ്ടല്ലോ, ഇത് ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു ഭയങ്കര എനർജി. ഞാൻ വീട്ടിലെ പണിയൊക്കെ ഭയങ്കര സ്പീഡ് ചെയ്തു. വേണ്ട, ഇതിട്ടതിന് ഭയങ്കര ഗുണമുണ്ട്. ഈ ഒന്ന് അനങ്ങാതെ എനിക്ക് എന്നെ കാണുമ്പോ നാളാവാണ്. എന്തിനാണ് നാണിക്കണേ? എന്റെ കുട്ടികളുടെ അമ്മ എനിക്ക് ഇങ്ങനെ കിടന്ന് തുള്ളാനായിട്ട്. നമ്മളെക്കാളും പ്രായമുള്ളവരാണ് യൂട്യൂബിൽ ഞാൻ കണ്ടു. എന്തോരം വയസ്സുകളാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമുക്ക് ചെയ്താൽ എന്താണ്? അടിപൊളിയല്ലേ? ഈ ഇതൊക്കെയൊന്നും വേണ്ട. അതെ, വേഗം ചെയ്യണം. എനിക്ക് ആ ഒരു ഇത് പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പറ്റത്തില്ല. അതല്ല, ഈ അത് നോക്കട്ടെ. ശരിക്കും തടി കുറയൂ? അയ്യോ, ശരിക്കും തടി കുറയുന്നേ. ജെസ്സി പറഞ്ഞില്ലേ, ജെസ്സിയുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് കുറേ പേരുടെ തടി കുറഞ്ഞു ഇത് ചെയ്തിട്ട്. ആണ്? ആ അല്ല, ഇതിങ്ങനെ പാട്ടിട്ട് ഇങ്ങനെ തുള്ള? ഇങ്ങനെ തുള്ളിയാ മതി. നിനക്ക് ഇപ്പൊ ഇവിടെ ചെറിയൊരു വയറ് വരുന്നില്ലേ, അത് പോവും. ഇത് മാത്രം പോയാ മതി? അത് മാത്രമേ പോകത്തുള്ളൂ. അവിടെയുള്ള എക്സസൈസ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇങ്ങനെയൊക്കെ കാണിക്ക് വെക്കുന്നു. അതിനെന്താണ്, നമ്മള് മാത്രല്ലേ ഉള്ളൂ. അത് കൊഴപ്പില്ലല്ലേ? നമ്മുടെ വീട്ടിലല്ലേ അല്ലേ? പിന്നല്ലാതെ. അപ്പൊ ഈ പാട്ടൊക്കെ എവിടുന്ന് കിട്ടു? പാട്ടൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടണം, ഡൗൺലോഡ് ചെയ്തിട്ടാ മതി. ലിന്റെ മൊബൈലിൽ മാപ്പിള പാട്ടൊക്കെ ഉണ്ട്, അത് മതി. മാപ്പിളപ്പാടാ, അതായാലും മതി. ഒരു താളം കിട്ടിയാ മതി. പഠിപ്പിച്ചേട്ടെ? എളുപ്പമുള്ളത് എളുപ്പമുള്ളതാണ് ജെസ്സി. എനിക്ക് ഭയങ്കര എളുപ്പമുള്ള. ഞാൻ ഇച്ചിരി എനിക്കൊന്നും മനസ്സിലാവണ്ടായിരുന്നില്ല. അവൾ എനിക്ക് എളുപ്പമുള്ള സ്റ്റെപ്പാ പഠിപ്പിച്ചു.